ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മല്ലിയില എങ്ങനെ ഫ്രിഡ്ജിൽ കൂടുതൽ കാലം ഫ്രഷായിട്ട് സൂക്ഷിക്കാമെന്ന്, അതുപോലെ തന്നെ പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരികയും ചെയ്യും. അപ്പോൾ രണ്ട് രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിൽ ചീഞ്ഞ ഇലകളും അതുപോലെ മഞ്ഞ കളറായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മല്ലിയില സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ലാസ്റ്റ് ഇല വരെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ നിന്ന് പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരികയും ചെയ്യും. അപ്പം ഞാനിതാ നല്ല മല്ലിയില തന്നെ നോക്കിയെടുത്തതുകൊണ്ട് ഇതിലധികം ചീഞ്ഞതും മഞ്ഞ കളറായിട്ടുള്ള ഇലകളൊന്നുമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന 3-4 ഇലകളൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിനാഗിരി ഒരു ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില ഈ വെള്ളത്തിലൊന്ന് ഞാൻ മുക്കി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ ഈ വെള്ളത്തിലൊന്ന് വെച്ചതിന് ശേഷം അതിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മളിതിൻ്റെ വേരൊന്നും കളയുന്നില്ല. അപ്പോൾ വേരൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഈ വിനാഗിരിയുള്ള വെള്ളത്തിൽ നമ്മൾ മല്ലിയില ഇട്ട് വെച്ചിട്ടാണെങ്കിൽ അതിലുള്ള വിഷാംശമൊക്കെ പോവുകയും ചെയ്യും. കൂടുതൽ കാലം ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വിനാഗിരി വെള്ളത്തിൽ കഴുകിയെടുത്ത മല്ലിയില കുറച്ച് സമയം ഞാനൊന്ന് ഉണങ്ങാനായിട്ട് ഒരു ടവലിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതാ ഇവിടെ ഒരു കുപ്പി ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയിട്ട് മാറ്റി വെച്ചിരുന്ന മല്ലിയില വേരോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ഇതുപോലെയുള്ള കവർ എടുത്താൽ മതി. ഇനി അത് വെച്ചിട്ട് ഈ മല്ലിയിലയും ഗ്ലാസും കൂടി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ മല്ലിയില കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഗാർഡനിൽ നിന്നൊക്കെ പിച്ചെടുക്കണ അതേ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് പുതിനയിലയും സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഇതാ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കവറൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൽ നിന്ന് മല്ലിയില ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ പുതിയ ഇലകൾ ഇതിൽ നിന്ന് തളിർത്ത് വരുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ മല്ലിയില സൂക്ഷിക്കാൻ വേറൊരു രീതി കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ ഞാൻ ഇതുപോലെ മല്ലിയില സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിലത്തെ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഇലകൾ കിളിർത്ത് വന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിലുള്ള മല്ലിയിലകളൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ പുതിയ ഇലകൾ കിളിർത്ത് വരുന്നതാണിത്. അപ്പോൾ ഈ ഒരു മല്ലിയിലയുടെ തണ്ടൊക്കെ ഏകദേശം ഇതിപ്പോൾ ഒരു 3 ആഴ്ചയോളമായിന് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയ ഇലകൾ വരുന്നത് കൊണ്ട് ഞാൻ ആ വേര് അതിൽ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ എനിക്ക് പുതിയ ഇലകൾ വന്നതും ഞാനിതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതെന്ന് സൂക്ഷിച്ച് വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മല്ലിയില വേരുമ്പലത്തെ മണ്ണൊക്കെ കഴുകിയതിന് ശേഷമാണ് വേരോട് കൂടി തന്നെ ഇതിൽ വെക്കുന്നത്. അപ്പോൾ ഇതാ വേര് ഭാഗത്തെ മണ്ണൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് വേരോട് കൂടി തന്നെ ഈ പാത്രത്തിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഈ മല്ലിയിലയുടെ മുകളിലൊന്ന് തെളിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളം ഒന്ന് തെളിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിലിതുപോലെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ടാവും.
പക്ഷെ ഇങ്ങനെ വെള്ളം നിൽക്കണ കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും മല്ലിയില അതിൽ കിടന്ന് ചീഞ്ഞു പോവില്ലെന്ന്. ചീഞ്ഞു പോകുമൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ്. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇലകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ വേരിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ നിന്ന് തെളിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലല്ല സാധാ ഭാഗത്ത് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഇതുമൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പുതിയത് വരുന്ന ഇലയുടെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് അത് അവിടെ തന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇലയൊക്കെ ഇതുപോലെ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പുതിയ ഇലകൾ ഇങ്ങനെ തളിർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാ അങ്ങനെ ഇതുപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചതിൻ്റെ ബാക്കിയുള്ള തണ്ടുകളാണിത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതുപോലെ ഇതാ പുതിയ ഇലകളൊക്കെ തളിർത്ത് വരുന്നുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ബാക്കി തണ്ടൊക്കെ അതുമിങ്ങനെ ചീഞ്ഞിട്ട് നിൽക്കണുള്ളത് നമ്മളിതുപോലെ എടുക്കുന്ന സമയത്ത് അതൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ തണ്ട് മുഴുവനായിട്ടും ചീഞ്ഞു പോവും. അപ്പോൾ അത് അതുപോലെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മല്ലിയില ഇതുവരെ സൂക്ഷിച്ച് വെച്ചിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. മല്ലിയില ചീഞ്ഞു പോകുമൊന്നുമില്ല. അതുപോലെ തന്നെ പുതിയ ഇലകൾ കിളിർത്ത് വരികയും ചെയ്യും. അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവേത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.